മൂന്നാമത്തെ ചോദ്യം, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസം ഏത്? മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസം ഏത്? ഉത്തരം 1969 ജൂലൈ 21. എന്നാൽ പല വീഡിയോകളിലും ജൂലൈ 20 എന്ന് കാണാറുണ്ട്. അത് അമേരിക്കൻ സമയമാണ്. പക്ഷേ ഇന്ത്യൻ സമയത്തിൽ നോക്കുമ്പോൾ അത് ജൂലൈ 21. രണ്ടാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തി ആര്? ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തി ആര്? ഉത്തരം നീൽ ആംസ്ട്രോങ് ആണ്. രണ്ടാമതായി കാലുകുത്തിയ വ്യക്തി ആരാണ്? എഡ്വിൻ ആൾഡ്രിൻ അഥവാ ബസ് ആൾഡ്രിൻ ആണ്. ആ വാഹനം ഓടിച്ചതാരായിരുന്നു? മൈക്കിൾ കോളിൻസ് ആയിരുന്നു. അപ്പോളോ 11 എന്ന പേടകമായിരുന്നു. നാലാമത്തെ ചോദ്യം, ആദ്യ ചന്ദ്രദൗത്യത്തിൻ്റെ പേര് എന്താണ്? അപ്പോളോ 11 ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചന്ദ്രനിൽ ഇറങ്ങിയ ലൂണർ മൊഡ്യൂളിൻ്റെ പേര് എന്താണ്? ഈഗിൾ ആണ് പേര് വന്നിട്ടുള്ളത്, ഈഗിൾ. That's one small step for man, one giant leap for mankind എന്ന് പറഞ്ഞത് ആര്? നീൽ ആംസ്ട്രോങ് ആണ്. ഇതിൻ്റെ അർത്ഥം വരുന്നത്, ഒരു മനുഷ്യന് ഇതൊരു ചെറിയ ചുവടുവെപ്പാണ്, പക്ഷേ മനുഷ്യരാശിക്ക് ഇതൊരു മഹത്തായ കുതിച്ചുചാട്ടമാണ്. ഇതിൻ്റെ അർത്ഥം വരുന്നത് ഇങ്ങനെയാണ്. ഇത് പറഞ്ഞിട്ടുള്ളത് നീൽ ആംസ്ട്രോങ് ആണ്. ഏഴാമത്തെ ചോദ്യം, ചന്ദ്രനെ ചുറ്റി ഭ്രമണം ചെയ്ത അപ്പോളോ 11 മൂന്നാമത്തെ സഞ്ചാരി ആര്? ഇത് നമ്മൾ പറഞ്ഞിരുന്നു, മൈക്കിൾ കോളിൻസ് ആണ്. ഇന്ത്യയുടെ ആദ്യ ചന്ദ്രദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 1 ആണല്ലേ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം ഏത്? 2008 ആണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008. ചന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏതാണ്? ചന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷമാണ് 2023. ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത സ്ഥലം ഏത് ധ്രുവത്തിനടുത്താണ്? ദക്ഷിണ ധ്രുവം. 12ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് എന്താണ്? വിക്രം ആണ് ലാൻഡറിൻ്റെ പേര് വന്നിട്ടുള്ളത്. ചന്ദ്രയാൻ 3 റോവറിൻ്റെ പേരെന്താണ്? പ്രജ്ഞാൻ ആണ്. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രം, റോവറിൻ്റെ പേര് പ്രജ്ഞാൻ. 14ാമത്തെ ചോദ്യം, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം ഏതാണ്? നമ്മുടെ രാജ്യമാണ്, ഇന്ത്യ ആണ് ഉത്തരം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം ഇന്ത്യ. 15ാമത്തെ ചോദ്യം, ദ മൂൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മൂൺ മാൻ ഓഫ് ഇന്ത്യ പറഞ്ഞാൽ ചന്ദ്രമനുഷ്യൻ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിലെ ചന്ദ്രമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ മയിൽസ്വാമി അണ്ണാദുരൈ. 16ാമത്തെ ചോദ്യം, ISSൽ എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ശുഭാംശു ശുക്ല. 17ാമത്തെ ചോദ്യം, ISSൽ എത്തിയ ആദ്യ മലയാളി ആരാണ്? ഡോക്ടർ അനിൽ മേനോൻ ആണ്. ഇത് നമ്മൾ ഇപ്പോൾ പത്രത്തിലൊക്കെ കാണുന്ന പ്രസിദ്ധമായ പേരാണ്, ഡോക്ടർ അനിൽ മേനോൻ. ബഹിരാകാശത്തെത്തിയ ആദ്യ മനുഷ്യൻ ആരാണ്? യൂരി ഗഗാറിനാണ്. ഇന്ത്യയിലെ ആദ്യ മനുഷ്യൻ എന്ന് പറയുന്നത് രാകേഷ് ശർമ്മയാണ് കേട്ടോ. ഇനി 19ാമത്തെ ചോദ്യം, അപ്പോളോ 11 വിക്ഷേപിച്ച ബഹിരാകാശ ഏജൻസി ഏത്? നാസയാണ് ഉത്തരം. അപ്പോളോ 11 വിക്ഷേപിച്ച ബഹിരാകാശ ഏജൻസി നാസ. അപ്പോൾ 20ാമത്തെ ചോദ്യം, അറ്റ് ദ ലാസ്റ്റ് ചോദ്യമാണിത്. ദേശീയ ചാന്ദ്രദിനം ഏത് തീയതിയാണ്? ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? ജൂലൈ 20 ആണ്. അമേരിക്കയിൽ ഈ ജൂലൈ 20 ആണ്. ജൂലൈ 21 ഇന്ത്യൻ സമയം. ഇതോടുകൂടെ നമ്മുടെ ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ബോണസ് ചോദ്യം നമ്മുടെ ഗാലക്സിയുടെ പേരായിരുന്നു ക്ഷീരപഥം. മിൽക്കി വേ ഓഫ് ഗാലക്സി എന്നാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉത്തരം ക്ഷീരപഥമാണ്. ഇത് കമൻറ്റ് ചെയ്ത എല്ലാവരെയും നമുക്ക് കഴിയാൻ കഴിയില്ലെങ്കിലും 2-3 ആൾക്കാരെ ഞാൻ ഈ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്തരം മിൽക്കി വേണം എല്ലാവരും പഠിക്കാൻ. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ബോണസ് ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യം എന്നറിയപ്പെടുന്നത് ഏതാണ്?
അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവരെ പിൻ ചെയ്യുന്നതാകും. അപ്പോൾ ഉടനെ തന്നെ കമൻറ്റ് ചെയ്തോളൂ. ഇനി ഇതുപോലത്തെ വീഡിയോകൾ വരാൻ ഉടനെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതോടുകൂടി നമ്മുടെ ചാന്ദ്രദിന ക്വിസ് വീഡിയോസ് അവസാനിക്കുകയാണ്.